പ്രിയപ്പെട്ടവരെ, ഭാരത ക്രൈസ്തവ സഭയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന തോമാ ശ്ലീഹായെക്കുറിച്ച് ആധികാരികമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് സാന്തോം സ്മൃതി. പ്രഗത്ഭരായ എഴുത്തുകാർ രചിച്ച ചരിത്രപരമായ വസ്തുതകളാണ് ഇതിൻ്റെ ഉള്ളടക്കം. പുസ്തക രൂപത്തിൽ നിന്ന് മാറ്റങ്ങളില്ലാതെ ദൃശ്യശ്രാവ്യ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എഴുത്തുകളെല്ലാം ഒരേ ശബ്ദത്തിൽ കേൾക്കാൻ കഴിയുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്തിരിക്കുന്ന ഈ സംരംഭത്തിലെ സാങ്കേതിക പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാന്തോം സ്മൃതി വിശുദ്ധ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ 1950 വാർഷിക സ്മരണിക. തൃശൂർ അതിരൂപത പ്രസിദ്ധീകരണം. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതി എന്ന പുസ്തകത്തിൻ്റെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരധ്യായം കേൾക്കാം. മാർത്തോമ കലാരൂപങ്ങൾ. ഓഡി വർക്കി. ഒരു വ്യക്തിയോ സമൂഹമോ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ശേഷിപ്പുകളാണ് നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കാലദേശാതീതമായി നിലനിൽക്കുന്ന കലാരൂപങ്ങൾ. അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ഭാരതത്തിൽ വന്ന് സത്യസുവിശേഷം പ്രഘോഷിച്ചതിൻ്റെ അനുരണനങ്ങളായ ചില കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. മാർഗം കളി. കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികളുടെ പ്രാചീന കലാരൂപമാണ് മാർഗം കളി. ക്രിസ്ത്യാനികൾ മാത്രം പങ്കെടുക്കുന്നതും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യവും മാർത്തോമാ ശ്ലീഹായുടെ ചരിത്രവുമാണ് ഇതിലെ ഇതിവൃത്തം. തലയിൽ മയിൽപ്പീലി ചൂടി 12 പുരുഷന്മാർ നിലവിളക്കിന് ചുറ്റും കളിച്ചിരുന്ന ഒരു സമൂഹ നൃത്തമാണിത്. പാരമ്പര്യ രീതിയിൽ മാർഗം കളി കളിച്ചിരുന്ന നാട്ടാശാന്മാർ നോമ്പെടുത്ത് വ്രതശുദ്ധിയോടെ മാത്രമേ മാർഗം കളി അവതരിപ്പിച്ചിരുന്നുള്ളൂ. ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന നിലവിളക്കിനെ വന്ദിച്ച് ആദരവോടെ കളം വണങ്ങിയും ഗുരുവിനെ വന്ദിച്ചും ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് മാർഗം കളി അവതരിപ്പിച്ചിരുന്നത്. പകൽ സമയത്തെ കാർഷിക വൃത്തികൾക്കു ശേഷം ഏതെങ്കിലും വീടുകളിൽ ഒത്തുചേർന്നാണ് മാർഗം കളി പരിശീലിച്ചിരുന്നത്. സമുദായാംഗങ്ങളുടെ ആദരവിനും അംഗീകാരത്തിനും അപ്പുറം കളിയാശാന്മാർക്ക് കാര്യമായ പ്രതിഫലം ലഭിച്ചിരുന്നില്ല. സ്വന്തം പാരമ്പര്യ സംസ്കൃതികളോടുള്ള ആത്മബന്ധം മാത്രമായിരുന്നു അവരുടെ പ്രചോദനം. ആസ്വാദനത്തിനും ആനന്ദത്തിനും അപ്പുറം ക്രൈസ്തവർക്കിടയിൽ ആത്മീയ ഐക്യം വളർത്തുകയും അക്രൈസ്തവർക്കിടയിൽ സുവിശേഷം പ്രചരിപ്പിക്കുകയെന്ന പരോക്ഷമായ ധർമ്മവും മാർഗം കളിക്കുണ്ടായിരുന്നു. ഹൈന്ദവ കുടുംബങ്ങളിലുണ്ടായിരുന്ന തുളസിത്തറയ്ക്ക് പകരം ക്രൈസ്തവ കുടുംബങ്ങളിലുണ്ടായിരുന്ന കുരിശുതറയ്ക്ക് ചുറ്റും കുരിശും കുടുമയും ധരിച്ചായിരുന്നു മാർഗം കളിയുടെ പ്രാചീന രീതിയിലുള്ള അവതരണം എന്നായിരുന്നുവെന്ന് ഡോക്ടർ ജേക്കബ് വെള്ളിയാൻ തൃശ്ശൂരിൽ നടന്ന മാർഗം കളി റിസർച്ച് കോഴ്സിൽ പ്രസ്താവിക്കുകയുണ്ടായി. സുറിയാനി ക്രിസ്ത്യാനികളുടെ തിരുനാളുകൾക്കും വിവാഹാവസരങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു അനുഷ്ഠാന കലാരൂപമായി മാറി മാർഗം കളി. മാർഗശബ്ദത്തിൻ്റെ പൊരുൾ. ക്രിസ്തുമതത്തിലോ മുഹമ്മദീയ മതത്തിലോ ചേരുന്നതിനെ കേരളത്തിൽ മാർക്കം കൂടുക എന്നാണ് പറഞ്ഞിരുന്നത്. പുതിയ വിശ്വാസം അഥവാ മാർഗം സ്വീകരിക്കുന്നവരെയാണ് മാർഗക്കാർ അഥവാ മാർക്കക്കാരൻ എന്ന് വിളിച്ചിരുന്നത്. ക്രൈസ്തവർക്കിടയിൽ താഴ്ന്ന ജാതിയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിക്കുന്നവരെയാണ് പൊതുവെ മാർക്കക്കാരെന്ന് വിളിച്ചിരുന്നത്. സുറിയാനി ക്രിസ്ത്യാനികളെ പുരാതന രേഖകളിൽ മാർക്കക്കാരെന്നാണ് ജാതി തിരിച്ചറിയാൻ എഴുതിയിരുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ മതവിശ്വാസവുമായി ഈ ശബ്ദത്തിന് രക്തബന്ധമുണ്ട്. അന്വേഷണം, വഴി, മതം എന്ന അർത്ഥത്തിൽ ബുദ്ധമതത്തിൽ മാർഗശബ്ദം പ്രചുരപ്രചാരം നേടിയിട്ടുണ്ട്. ഇവിടെ മാർഗം എന്ന പദം ക്രിസ്തുമാർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രൈസ്തവ ദർശനത്തിൻ്റെയും ഹീബ്രു, ഗ്രീക്ക് സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ തീക്ഷ്ണമായ സംവേദനം മാർഗശബ്ദം ഉൾക്കൊള്ളുന്നതുകൊണ്ട് ഈ ക്രൈസ്തവ കലാരൂപത്തിന്
മാർഗം കളി എന്ന സംബോധന തികച്ചും അന്വർത്ഥമാണ്. മാർഗം കളിയുടെ ചരിത്രം. തോമാശ്ലീഹായെക്കുറിച്ച് പ്രസിദ്ധമായ ഒരു ആട്ടക്കഥ 3-ാം നൂറ്റാണ്ട് മുതൽ ഉംഹ അഥവാ എഡാസായിൽ നിലനിന്നിരുന്നുവെന്നും തോമായുടെ നടപടികൾ എന്ന കൃതി പരക്കെ അഭിനയിക്കാറുണ്ടെന്നും അതിനാൽ അവിടെ നിന്നും വന്ന വിദേശികൾ കൊണ്ടുവന്നതാകാം മാർഗം കളിയുടെ മാതൃകയെന്നും ചരിത്ര പണ്ഡിതനായ ഡോക്ടർ PJ തോമസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ജ്ഞാനായക്കാരുടെ ഇടയിൽ പ്രത്യേകമായ ആചാര രീതികളും പാട്ടും കളിയും പുരാതന കാലം മുതൽ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർ ജേക്കബ് വെള്ളിയാൻ പ്രസ്താവിക്കുന്നത് കൊണ്ട് മാർഗം കളി യഹൂദരുടെ പ്രാചീന കലാരൂപങ്ങളുടെ മാതൃകയിൽ ജ്ഞാനായ സമുദായത്തിൻ്റെ തനതായ കലാരൂപമാണെന്ന് പറയുന്നതിൽ ചരിത്രപരമായ യുക്തിയില്ല. മാർഗം കളി ജ്ഞാനായ സമുദായത്തിൻ്റെ മാത്രം കലാരൂപമാണെന്ന് സ്ഥാപിക്കാൻ പല ചരിത്ര ഗവേഷകരും അത്യധ്വാനം ചെയ്തു കാണുന്നുണ്ട്. ഡോക്ടർ ചുമ്മാർ ചൂണ്ടലും ഡോക്ടർ വെള്ളിയാനുമാണ് മാർഗം കളിയുടെ ഇന്നത്തെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയവർ. ഡോക്ടർ ചുമ്മാർ ചൂണ്ടലിൻ്റെ മാർഗം കളി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇത് ഇപ്രകാരം വിവരിക്കുന്നുണ്ട്. ജ്ഞാനായ ക്രിസ്ത്യാനികളാണ് വൈവിധ്യമാർന്നതും പഴക്കമേറിയതുമായ കലാപൈതൃകം സംരക്ഷിക്കുന്നവരെന്നും അവരുടെ പാരമ്പര്യ കലാരൂപങ്ങളാണ് പരിപോഷണത്തിൽ മാർഗം കളിക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ 75% ജ്ഞാനായ സമുദായാംഗങ്ങളും തിരുവിതാംകൂറിലെ പ്രബല ക്രൈസ്തവ വിഭാഗങ്ങളായ ഓർത്തഡോക്സ് യാക്കോബായ സമുദായങ്ങൾക്കിടയിൽ മാർഗം കളി സജീവമായി ആഘോഷിച്ചു വന്നിരുന്നതായി ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. മാർഗം കളി, പരിചമുട്ടുകളി, ചവിട്ടുനാടകം തുടങ്ങിയ കലാരൂപങ്ങളും ഗാനപാരമ്പര്യങ്ങളും ക്രൈസ്തവ കൂട്ടായ്മയുടെ പൊതുപാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് ഡോക്ടർ PJ തോമസ്, ഉള്ളൂർ S പരമേശ്വരൻ തുടങ്ങിയ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. മാർത്തോമ പാരമ്പര്യം മാർഗം കളിപ്പാട്ടിൽ. മാർത്തോമായെ വാഴ്ത്തുന്ന വന്ദനഗാനവും 1 മുതൽ 14 പാദങ്ങളിലായി 430 വരികളുള്ള ദീർഘമായ ഒരു കഥാകാവ്യമാണിത്. ക്രിസ്തുമാർഗം പ്രചരിപ്പിക്കുകയും ക്രിസ്തുമതം ഭാരതത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത തോമാശ്ലീഹായുടെ പ്രേഷിത ദൗത്യവും രക്തസാക്ഷിത്വവുമാണ് മാർഗം കളിപ്പാട്ടിൻ്റെ ഇതിവൃത്തം. മാർത്തോമാശ്ലീഹ ചോള കേരള രാജ്യങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങളാണ് മാർഗം കളിയിലെ വർണ്ണ്യവിഷയം. മാർത്തോമ ചരിത്രത്തെ ആധാരമാക്കിയുള്ള സംഭവബഹുലമായ പാട്ടാണിത്. ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കണ്ണിവിടാതെ വിളക്കി കോർത്തിണക്കിയ ഒരു ചരിത്രമാണിതെന്ന് പറഞ്ഞുകൂടാ. ക്രിസ്ത്യാനികളുടെ ചരിത്ര വസ്തുതകളെ ചിത്രീകരിച്ചുള്ള ഒരു ഗാനമായി മാർഗം കളിയെ കണക്കാക്കാം. എന്നാൽ മാർത്തോമാശ്ലീഹായുടെ മതപ്രവർത്തനങ്ങളെ സൂക്ഷ്മവും സ്ഥൂലവുമായ ചരിത്ര കഥാംശങ്ങൾ മാർഗം കളിപ്പാട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. തോമാശ്ലീഹായുടെ ചരിത്രത്തിലെ തിരുശേഷിപ്പുകളാണ് മാർഗം കളിപ്പാട്ട്. തോമാശ്ലീഹ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയതും കൊല്ലം, നിരണം, കൊക്കമംഗലം, കോട്ടക്കായൽ, പാലയൂർ, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ പള്ളികൾ സ്ഥാപിച്ചതും ചിന്നമലയിൽ പോയി രക്തസാക്ഷിത്വം വരിച്ചതും മാർഗം കളിപ്പാട്ടിൽ വിവരിക്കുന്നുണ്ട്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യ വിശ്വാസത്തെയാണ് മാർഗം കളിപ്പാട്ടിൽ ഉറപ്പിച്ചു പറയുന്നതെങ്കിലും ഇന്ത്യയുടെ ഉത്തര പാശ്ചാത്യ ദേശത്തെ ഗൊണ്ടഫോറസ്റ്റ് രാജാവിൻ്റെയും കച്ചവടക്കാരനായ ഹബ്ബാൻ്റെയും ചരിത്രം മാർഗം കളിപ്പാട്ടിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഗൊണ്ടഫോറസ് രാജാവിൻ്റെ കഥ പല ഉപകഥകളായി വിവിധ വ്യാഖ്യാനങ്ങളോടെ ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട്. തോമായുടെ നടപടി പുസ്തകത്തിൽ നിന്നാണ് മാർഗം കളിയിലെ പ്രതിപാദ്യം എടുത്തിട്ടുള്ളതെന്ന് വ്യക്തമാണ്. ഗൊണ്ടഫോറസ് AD 21-നും 46-നും ഇടയ്ക്ക് രാജ്യഭരണം നടത്തിയിരുന്ന ഒരു പാർത്തിയൻ രാജാവായിരുന്നുവെന്ന് ചരിത്രരേഖകളും ടാക്സുലയിൽ നിന്നും കണ്ടുകിട്ടിയ നാണയങ്ങളും തെളിയിക്കുന്നുണ്ട്. ഗൊണ്ടഫോറസ് രാജാവിനെ ചോഴ രാജാവാക്കി കൊട്ടാരം ചോഴനാട്ടിൽ നിർമ്മിക്കുന്നതായും മാർഗം കളിപ്പാട്ടിൽ വർണ്ണിച്ചിട്ടുണ്ട്. മാർഗം കളിപ്പാട്ടിലെ
ഏഴാം പാദത്തിൽ ഇന്ത്യയിലേക്ക് പ്രേക്ഷിതവേലയ്ക്ക് നിയോഗിതനായ തോമ തന്നെ അങ്ങോട്ട് അയക്കരുതെന്ന് ക്രിസ്തുവിനോട് അപേക്ഷിക്കുകയും അവിടേക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും തടസ്സവാദങ്ങളും വിവരിക്കുന്നുണ്ട്. ഗോണ്ടഫോറസിൻ്റെ കൽപ്പന പ്രകാരം ആബാൻ അഥവാ ഹബ്ബാൻ മന്ത്രി ജെറുസലേമിൽ ചെന്ന് തോമ എന്ന വിദഗ്ധനായ ശില്പിയെ കൊട്ടാരം പണിക്ക് കൊണ്ടുവരുന്നതും പണിക്ക് വേണ്ടി ഏൽപ്പിച്ച പണം തോമ സാധുക്കളായവർക്ക് വിതരണം ചെയ്ത് സുവിശേഷമറിയിക്കുന്നതും ഇതറിഞ്ഞ രാജാവ് തോമായെ ബന്ധനത്തിലാക്കുന്നതുമായ കഥയാണ് 1 മുതൽ 9 വരെയുള്ള പാദങ്ങളിൽ വിവരിക്കുന്നത്. തുടർന്ന് നിരാശനായ രാജാവ് സ്ഥാനത്യാഗത്തിന് തയ്യാറാവുകയും രാജ്യഭരണം ഏറ്റെടുക്കാൻ സഹോദരനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നാൽ സഹോദരൻ ഹൃദയവ്യഥയാൽ മരിക്കുന്നു. സഹോദരൻ്റെ ആത്മാവിനെ മാലാഖമാർ സ്വർഗരാജ്യത്തിൽ ചോളരാജാവിൻ്റെ പേരിലുള്ള മനോഹരമായ മന്ദിരം കാണിച്ചു കൊടുക്കുന്നു. മരണമടഞ്ഞ രാജസഹോദരൻ ചിതയിൽ വയ്ക്കുന്നതിനു മുമ്പ് ഉണർന്നെഴുന്നേറ്റ് വന്ന് രാജാവിനെ ആലിംഗനം ചെയ്യുകയും സ്വർഗത്തിലെ ദൃശ്യങ്ങൾ വിവരിച്ചപ്പോൾ രാജാവ് പശ്ചാത്തപിച്ച് തോമായുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ക്ഷമ ചോദിക്കുന്നു. സംഭവിച്ചതറിഞ്ഞ ജനങ്ങൾ രാജാവിനെ വഞ്ചിച്ച തച്ചനെ ശിക്ഷിക്കാനൊരുങ്ങി. ഈ സമയം തോമ രാജകുടുംബാംഗങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുകയും രാജാവും സഹോദരനും ആവാനും മറ്റ് നിരവധി പേരും മാമോദീസ സ്വീകരിക്കുന്നതുമാണ് 10 മുതൽ 12 വരെയുള്ള പാദങ്ങളിൽ വിവരിക്കുന്നത്. മൈലാപ്പൂരിലെ രക്തസാക്ഷിത്വവും മാർത്തോമ വഴി ഒട്ടനവധി പേർ മാനസാന്തരപ്പെടുന്ന വർണ്ണനകളുമാണ് അവസാന 2 പാദങ്ങളിലുമുള്ളത്. ക്രൈസ്തവരുടെ അനുഷ്ഠാന കലാരൂപമായ മാർഗം കളി സ്കൂൾ കലോത്സവങ്ങളിലും സർവകലാശാല കലോത്സവങ്ങളിലും പെൺകുട്ടികൾക്കും അവതരിപ്പിക്കാൻ അനുമതി നൽകിയപ്പോൾ ഈ രംഗം പെൺകുട്ടികൾ കീഴടക്കിയതുപോലെയായി. ഭക്തിഭാവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അവതരണ ശൈലിയിൽ നിന്ന് വിട്ട് ആശാന്മാരുടെ കിടമത്സരം ചടുലതയാർന്ന ചുവടുവെപ്പുകൾക്ക് പ്രാധാന്യം നൽകി. വസ്ത്രധാരണത്തിൽ പോലും വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞു. വീരടിയാൻ പാട്ട്. ഹിന്ദുക്കളായ പാണന്മാർ രാജസ്ഥാനി നർത്തകരെ പോലെ ചുമന്ന വലിയ തലയെക്കെട്ടുകളും കിന്നരിക്കുപ്പായവും നീളൻ വടിയും നരച്ചു നീണ്ട താടി മീശയും മുഖം നിറയെ പാൽപുഞ്ചിരിയുമായി അമ്മോ വീരടിയൻ വന്നേ എന്ന് നീട്ടിപ്പാടി നസ്രാണി വീടുകളിൽ കയറിയിറങ്ങി ആലപിച്ചിരുന്ന ഈ പാട്ട് കേരളത്തിലെ നസ്രാണി ക്രിസ്ത്യാനികളുടെ ചരിത്രമായിരുന്നു. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നതും സത്യവേദം പ്രചരിപ്പിച്ചതും ജ്ഞാനായി തോമയുടെ ആഗമനം, ചേരമാൻ പെരുമാളിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് തുടങ്ങിയവയാണ് ഈ പാട്ടിലെ പ്രതിപാദ്യം. ഈ പാട്ടിന് 15 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പരിചമുട്ടുകളി കേരളത്തിലെ നസ്രാണികൾക്കിടയിൽ 16-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത കലാരൂപമാണിത്. വാളും പരിചയും കയ്യിലേന്തി ആശാൻ ചൊല്ലുന്ന പാട്ടിൻ്റെ ഈണത്തിൽ 10-12 പുരുഷന്മാർ കളരിച്ചുവടുകൾ വെച്ച് നൃത്തം ചെയ്താണ് ഈ കളി അവതരിപ്പിക്കുന്നത്. മാർഗം കളിയോട് പരിചമുട്ടുകളിൽ സാദൃശ്യമുണ്ട്. മാർഗം കളി മന്ദതാളത്തിലാണെങ്കിൽ പരിചമുട്ടുകളി ദ്രുതതാളത്തിലാണ്. ജ്ഞാനായക്കാരാണ് പരിചമുട്ടുകളി ചിട്ടപ്പെടുത്തിയത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ കലാരൂപം പിന്നീട് യാക്കോബായ, ലത്തീൻ, മാർത്തോമാ സമുദായക്കാരും പഠിച്ചെടുക്കുകയായിരുന്നു. പുലയ സമുദായക്കാർ വ്യാപകമായി ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അവരും ഈ കലാരൂപത്തെ സ്വീകരിച്ചു. പുലയർക്കിടയിൽ പ്രചാരത്തിലിരുന്ന കോൽക്കളി, വട്ടക്കളി, പരിചകളി എന്നിവയുടെ സ്വാധീനം പരിചമുട്ടുകളിയിൽ വന്നു ചേർന്നതങ്ങനെയാണ്. കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർ തങ്ങളുടെ പരിചമുട്ടുകളിപ്പാട്ടുകൾക്ക് തോമാശ്ലീഹായുടെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അദ്ദേഹം സ്ഥാപിച്ച പള്ളികളെക്കുറിച്ചുള്ള വിവരണങ്ങളും അവലംബമാക്കുമ്പോൾ ലത്തീൻ ക്രൈസ്തവർ ബൈബിൾ പ്രമേയങ്ങളും സെബസ്ത്യാനോസ്, അന്തോണീസ് തുടങ്ങിയ പുണ്യവാന്മാരുടെ ചരിത്രങ്ങളും ആധാരമാക്കി വരുന്നു. സുറിയാനി സമുദായത്തിൽ തന്നെ ഉൾപ്പെടുന്ന ജ്ഞാനായ വിഭാഗക്കാർ ജ്ഞാനായി തൊമ്മൻ്റെ കേരളത്തിലേക്കുള്ള വരവും
ചേരമാൻ പെരുമാളുമായുള്ള കൂടിക്കാഴ്ചയുമെല്ലാം അവരുടെ പരിചമുട്ട് കളിപ്പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റമ്പാൻ പാട്ട്. തോമാശ്ലീഹായുടെ പ്രഥമ ശിഷ്യന്മാരിലൊരുവനായ മാളിയേക്കൽ റോമാ തമ്പാൻ ഒന്നാമനാണ് റമ്പാൻ പാട്ടിൻ്റെ സൃഷ്ടാവ്. തോമാ റമ്പാൻ ഒന്നാമനിൽ നിന്ന് വാമൊഴിയായി കൈമാറ്റിയ ഈ കൃതി തോമാ റമ്പാൻ്റെ 48-ാം തലമുറക്കാരനായ മറ്റൊരു റോമാ തമ്പാനാണ് പ്രസ്തുത പാട്ടുകൾ പകർത്തിയെഴുതി 1601 പ്രസിദ്ധപ്പെടുത്തിയത്. മാർത്തോമാ ശ്ലീഹായുടെ ഭാരതത്തിലേക്കുള്ള വരവും കേരളത്തിലെ സുവിശേഷ പ്രചാരണം, അദ്ദേഹം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ, ദേവാലയ സ്ഥാപനം, രക്തസാക്ഷിത്വം എന്നിവയെല്ലാം ഈ പാട്ടിൽ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. റമ്പാൻ പാട്ടിലെ പല ചരിത്രങ്ങളും 2-ാം നൂറ്റാണ്ടിലെ തോമായുടെ നടപടികളിലും കാണാവുന്നതാണ്. തോമാശ്ലീഹായുടെ ചൈനയിലെ പ്രവർത്തനങ്ങളും 391 വരികളിൽ രചിക്കപ്പെട്ട റമ്പാൻ പാട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിബ്ലിയോഗ്രാഫി. 1. തനിമയുടെ മധുരഗീതി മാർഗം കളിപ്പാട്ട്, ഡോക്ടർ ജേക്കബ് വെള്ളിയാൻ ആൻഡ് എസ് കുര്യൻ വെമ്പേനി. 2. മാർഗം കളി, ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ. 3. ക്രിസ്തീയ വാമൊഴി ഗാനങ്ങൾ, ഡോക്ടർ A.I. പുന്നൂസ്. 4. മാർഗംകളി ആട്ടപ്രകാരം, ഡോക്ടർ ജേക്കബ് വെള്ളിയാൻ ആൻഡ് ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ. 5. ക്രിസ്ത്യൻ ഫോക്ലോർ, വോള്യം 1, എഡിറ്റർ ഡോക്ടർ M.V. വിഷ്ണു നമ്പൂതിരി ആൻഡ് ഡോക്ടർ J.J. പള്ളത്ത്. 6. മലയാള സാഹിത്യവും ക്രിസ്ത്യാനികളും, ഡോക്ടർ തോമസ് P.J. 7. മലയാള സാഹിത്യ ചരിത്രം, വോള്യം 3, ഉള്ളൂർ S. പരമേശ്വരയ്യർ. 8. ക്രിസ്ത്യൻ ഫോക്ലോർ, ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ. 9. ഫോക്ലോറിൻ്റെ കൈവഴികൾ, വോള്യം 1, എഡിറ്റർ ഡോക്ടർ M.V. വിഷ്ണു നമ്പൂതിരി. 10. വേരുകൾ തേടി, ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ. സാന്തോം സ്മൃതി. സാന്തോം സ്മൃതിയുടെ ദൃശ്യശ്രാവ്യ രൂപത്തിലെ ഒരു ലേഖനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. തുടർന്ന് കേൾക്കുവാനും കാണുവാനും യൂട്യൂബ് സന്ദർശിക്കുക. പുസ്തകരൂപം തയ്യാറാക്കിയിരിക്കുന്നത് പാട്രൺ മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ് ഓഫ് തൃശ്ശൂർ. അഡ്വൈസറി ബോർഡ് പ്രൊഫസർ ജോർജ് മേനാച്ചേരി, റവറൻഡ് ഡോക്ടർ പോൾ പുളിക്കൻ, റവറൻഡ് ഡോക്ടർ ഡൊമിനിക് തലക്കോടൻ. ചെയർമാൻ റവറൻഡ് ബ്രദർ ജോസ് ചുങ്കത്ത് MMB. വൈസ് ചെയർപേഴ്സൺ റവറൻഡ് ഡോക്ടർ ദേവസി പന്തല്ലൂക്കാരൻ, സിസ്റ്റർ വെൺമ CSC. എഡിറ്റർ മിസ്റ്റർ ബാബു ചിറ്റിലപ്പള്ളി. പബ്ലിഷ്ഡ് ഓൺ 3 July 2024. ഡിസൈൻ smritidesign.com. പ്രിന്റിംഗ് അനസുര ഓഫ്സെറ്റ്, കൊച്ചി. പബ്ലിഷ്ഡ് ബൈ കാത്തലിക് ആർച്ച് ബിഷപ്സ് ഹൗസ്, ഈസ്ഫോർട്ട്, തൃശ്ശൂർ, കേരള. പുസ്തകത്തിൻ്റെ ദൃശ്യ ശ്രാവ്യരൂപം തയ്യാറാക്കിയിരിക്കുന്നത് ദൃശ്യശ്രാവ്യ സംവിധാനം ബാബു ചിറ്റിലപ്പള്ളി. സ്റ്റുഡിയോ ഹലോ റേഡിയോ തൃശ്ശൂർ. ഓഡിയോ ഡിസൈനർ പോൾ G. എഡിറ്റിംഗ് ആൻഡ് വിഷ്വൽ മേക്കിംഗ് സൂരജ് രാജ്. വായനാ ശബ്ദം വിൻസെന്റ് ചിത്രം. നിർമ്മാണം തൃശ്ശൂർ അതിരൂപത.